ദേവസ്വം മുൻ കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടു കാര്യങ്ങളാണ് എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഒന്ന്, ദ്വാരപാലക ശില്പങ്ങളിൽ മുൻപ് പൊതിഞ്ഞ സ്വർണം ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൈമാറാൻ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ശുപാർശ ചെയ്തു. ആ കത്ത് ദേവസ്വം കമ്മീഷണറായത് എൻ വാസു ബോർഡിന് കൈമാറിയപ്പോൾ ചെമ്പുപാളികൾ മിയർ കോപ്പർ പ്ലേറ്റ്സ് എന്നതായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കമ്മീഷണറുടെ കത്തിൽ സ്വർണം പൊതിഞ്ഞത് എന്ന് ഇല്ലായിരുന്നു. പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷണർക്ക് കൊടുത്ത കത്തിൽ അത് ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് വെറും ചെമ്പുപാളികളായി മാറുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. രണ്ടാമത്തേത്, ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ ശേഷം പോറ്റി 2019 ഡിസംബർ 9 ഇമെയിൽ അയച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിനായിരുന്നു. കുറച്ചധികം സ്വർണം ബാക്കിയുണ്ട്, അത് ഏതെങ്കിലും ഒരു ദരിദ്ര യുവതിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ തനിക്ക് സമ്മതമാണ്, ദേവസ്വം ബോർഡ് അതിന് നേതൃത്വം നൽകണമെന്നുള്ളതായിരുന്നു. യാതൊരു നടപടികളും അതിന്മേലില്ലാതെ അത് അങ്ങനെ തന്നെ അടവെച്ചു എന്നുള്ളതാണ്. അതായത് ആ സ്വർണം തിരിച്ച് കൈപ്പറ്റുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിറവേറ്റിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ഉത്തരവിൽ ഇതെല്ലാം വിശദമായി പരാമർശിച്ചിട്ടുള്ളതാണ്. ആ അന്വേഷണം, ആ കോടതി ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ SIT നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം വെമ്പായം ഭാഗത്തുകൂടി എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം എൻ വാസുവുമായി പോകുന്നതാണ്. പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റാന്നി കോടതി അവധിയാണ്. പത്തനംതിട്ട ജുഡീഷ്യൽ കോടതിയിലാണ് ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. അനന്തൻ, SIT വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എൻ വാസുവിന്റെ അറസ്റ്റാണ് ഈ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മധു, നിർണായകം എന്നല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും കിൻ എന്ന് ഒരുപക്ഷെ അന്വേഷണ സംഘം വിശേഷിപ്പിക്കുന്ന പ്രതിയെയാണിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ദേവസ്വം കമ്മീഷണറും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ആയിട്ടിരുന്ന എൻ വാസുവാണ്. എൻ വാസു എന്ന് പറയുമ്പോൾ ശക്തനായ രാഷ്ട്രീയ പിന്തുണയുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ വാസുവിൻ്റെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഉള്ള പങ്കാളിത്തം അത് വളരെ സംശയത്തോടെ അന്വേഷണ സംഘം നോക്കിക്കാണുന്നത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തന്നെ നോക്കിക്കാണുന്നത്. കാരണം അത്രയും വലിയ ഇടപെടൽ എൻ വാസുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ അന്വേഷണ സംഘത്തിന് വെളിപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ, ആ കവചങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടി മനസ്സിലാകുന്നത്. അത് ശബരിമല ശ്രീകോവിലിൽ തങ്കം പൊതിഞ്ഞിരുന്ന വാതിലും കട്ടിളപ്പടിയും അതും കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത്. ആ കടത്തലിന് ഈ ഏറ്റവും ആദ്യം ശബരിമല സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് തങ്കവാതിലും തങ്ക ഈ കട്ടിളപ്പാളിയുമാണ്. അപ്പോൾ അതിന് ഒത്താശ ചെയ്തത് എവിടെ നിന്നാണ്? അത് എടുത്തു കൊടുക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയ പോയിന്റ് എവിടെയാണ്? ആ അന്വേഷണമാണ് വാസുവിലേക്ക് എത്തി നിന്നത്. കാരണം അന്നത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് തങ്കം പൊതിഞ്ഞ ഈ ദ്വാരപാലക പാളികളും ഈ കട്ടിളയും വാതിലും എന്ന് എഴുതിയിരുന്ന രേഖ അത് വെറും ചെമ്പ് എന്നുള്ള മായാജാലത്തിൽ മാറ്റിയെടുത്തത് ആദ്യത്തെ രേഖ ഉണ്ടാക്കുന്നത് എൻ വാസുവാണ്. ആ വാസുവിൻ്റെ രേഖയിലാണ് പിന്നീടെല്ലാം ചെമ്പായി മാറുകയും ചെയ്യുന്നത്. അതിനു പിന്നാലെ ദ്വാരപാലക പാളികൾ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും അതിലും വാസുവിൻ്റെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു 2019 എന്നുള്ള സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടുകൂടിയാണ് വാസുവിലേക്ക് അന്വേഷണം, അതായത് കമ്മീഷണറുടെ ഒരു പ്രധാനപ്പെട്ട റോൾ അത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ വെളിപ്പെടുകയും ചെയ്തു. മാത്രമല്ല, പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കൊള്ളയെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് നടക്കുന്നത് വാസുവുമായിട്ടാണ്. അതിൽ വാസു കൃത്യമായ ഒരു ആക്ഷൻ എടുത്തില്ല. അതായത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള മുൻകൂട്ടി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എടുക്കുന്നത്? ആ നടപടികൾ വാസു എടുത്തില്ല. അപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പൂർവ്വ നടപടികളെല്ലാം വാസുവിന് കൃത്യമായിരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ബാക്കി സ്വർണം ഇരിപ്പുണ്ട് എന്നുള്ള അറിവ് കൂടി മുന്നറിവ് കൂടി വാസുവിനുണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് എത്തിയത്. അതിനൊക്കെ ഒപ്പം
ഏറ്റവും നിർണായകമായത് സുധീഷ് കുമാർ എന്ന ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരുന്ന ഉദ്യോഗസ്ഥന്റെ, ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ മൊഴിയാണ്. ആ മൊഴിയാണ് വാസുവിലേക്ക് വെളിച്ചം വീശത്. മാത്രമല്ല, ആ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരിക്കുമ്പോഴും വാസു അതിനുശേഷം റിട്ടയർ ചെയ്തു. അതിനുശേഷം എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആകുമ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറുകയാണ് സുധീഷ് കുമാർ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ പങ്കാളിത്തം, അപ്പോൾ എവിടെ നിന്നാണ് സുധീഷ് കുമാറിന് നിർദ്ദേശമെല്ലാം ലഭിച്ചത് എന്നുള്ള മൊഴി, അതൊക്കെ ഈ കേസിൽ നിർണായകമായി മാറുകയും ചെയ്തു. അത് തന്നെയാണ് എൻ വാസുവിന്റെ പറഞ്ഞതുപോലെ നിർണായകമായ അറസ്റ്റ് എന്നത് പറഞ്ഞാൽ പോരാ, ഏറ്റവും സുപ്രധാനമായ അറസ്റ്റ് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ആ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എൻ വാസുവിന്റേതാണ്.